നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തെ മകീര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാവർക്കും ഒരു പുതുവർഷ ആശംസകൾ നേരുന്നു. ഈ വർഷത്തിൽ എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ മകീര നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ നക്ഷത്രഫലം ഈ മാസത്തെ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. മകരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മകരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് ഇടവക്കൂറിലും ശേഷം 30 നാഴിക വരുന്നത് മിഥുനക്കൂറിലുമാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ 10ാം ഭാവത്തിലും 11ാം ഭാവത്തിലുമായി നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ലഗ്നാധിപതിക്ക് പൂർണ്ണമായിട്ടും ബലം വർദ്ധിക്കുന്നു, ബലവാനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. ശശമഹായോഗത്തിൻ്റെ ഗുണമുണ്ട്. എങ്കിൽ പോലും കണ്ടകശനിയുടെ ദോഷമുള്ളത് കാരണമുണ്ട് നല്ല പ്രവൃത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തിക്ക് തക്കതായ പ്രതീക്ഷകൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് പരിപൂർണമായിട്ടും ആ ഗുണം പ്രതീക്ഷിക്കുന്ന രീതിയിൽ കിട്ടാതിരിക്കാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് കണ്ടകശനി ദോഷത്തിന് പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. എങ്കിലും ദൈവാധീനം ഉണ്ടെങ്കിലും ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണമുണ്ട് ഒരു കാര്യത്തിനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കാൻ ഇടവരാനുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ പരിഹാരം കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. രാഹു സർവാഭിഷ്ട സ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും പ്രതീക്ഷിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ലാഭങ്ങൾ കുറയുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനും പുത്രസംബന്ധമായിട്ട് ചില ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യണം. അതേപോലെ നല്ല പ്രാർത്ഥന ഉണ്ടാകണം. കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ഇത്തരം പരിഹാരങ്ങളൊക്കെ ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് മിഥുനക്കൂറായത് കാരണം കൊണ്ട് 12ാം വ്യാഴമാണ്. 12ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം അതിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമാണ്. എന്നാലും 7ാം ഭാവാധിപതി നിവർത്തി സ്ഥാനത്ത് ചന്ദ്രലഗ്നാധിപതി നിവർത്തി സ്ഥാനത്തേക്ക് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് സാധിക്കും. എന്നാൽ സംസാരം വളരെ ശ്രദ്ധിക്കണം. നേതൃത്വപരമായി എടുത്തിയാടിയുള്ള സംസാരം കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകാനായി സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം, അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാനിടവരിക, തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യാൻ ദൈവാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ ദേവീ ക്ഷേത്രത്തിലെ രക്തപുഷ്പാഞ്ജലി, ഗുരുതി മുതലായിട്ടുള്ള വഴിപാട്, ഗണപതി ഹോമമൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മാസത്തിൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് മകര നക്ഷത്രത്തിൻ്റെ അവസാന 30 നാഴികയിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.